ഹായ് എവരി വൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്ന് റീസണിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓഡ് മാൻ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കേരള PSCയുടെ ഭാഷയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. SSC റെയിൽവേ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ പേരെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്നായിരിക്കും. അതായത് രണ്ട് ടോപ്പിക്കുകളിലാണത് അറിയപ്പെടുന്നത്, പക്ഷേ രണ്ട് പേരുകളിലാണത് അറിയപ്പെടുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും ഓഡ് മാൻ ഔട്ട് എന്ന് പറഞ്ഞാലും അത് പരീക്ഷയുടെ ഒരു സിലബസിന് കൊടുക്കുന്ന ടോപ്പിക് അനുസരിച്ച് മാറുമെന്ന് എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ആ പേരിന്റെ ലിറ്ററൽ മീനിങ് തന്നെയാണ് ഒറ്റയാനെ നമ്മൾ കണ്ടെത്തുക. ഇപ്പൊ നമ്മൾ 1, 2, 3, 4, 5, 6 ഇവിടെ മൊത്തം 7 ബലൂൺസ് ഉണ്ട്. ഇതിലൊരാൾ ഒറ്റയാനാണ്. ആരാണ് ഒറ്റയാൻ എന്ന് പറയുന്നത്? നമ്മുടെ ബാക്കിയെല്ലാം 6 ബലൂണുകൾ വെള്ളയാവുമ്പോൾ ഒരുത്തൻ മാത്രം എന്താണ്? ചുവപ്പാണ്, റെഡ് ആണ്, അല്ലെ? അപ്പൊ അവരാണ് ഈ കൂട്ടത്തിൽ എന്തെന്ന് പറയുന്നത്? ഒറ്റയാൻ എന്ന് പറയുന്നത്. അതായത് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ടാവും. ഒരു 4 ഓപ്ഷൻസോ 5 ഓപ്ഷൻസോ ഉണ്ടാവും. 4 എണ്ണം നോർമലി. അതിൽ ഒരെണ്ണം മാത്രം ആ കൂട്ടത്തിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെടാത്ത ആളായിരിക്കും. ആ ആൾ ആരാന്ന് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏതെന്ന് പറയുന്നത് ഈ കൂട്ടത്തിലെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് 1 മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് എങ്ങനെയൊക്കെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രീതിയിലാണ് ഇതിലെ ചോദ്യങ്ങൾ വരിക. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ആണ്. പലതരത്തിലുള്ള വാക്കുകൾ, 4 തരത്തിലുള്ള വാക്കുകൾ തരും. അതിനിപ്പോൾ പലതരത്തിലുള്ള മീനിങ് ആവാം. എന്നിട്ട് അതിലെ കൂട്ടത്തിൽ ഒറ്റയാണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൽഫബറ്റ്സ് നമ്മൾ ഓൾറെഡി ആൽഫബറ്റ്സും അതിന്റെ നമ്പേഴ്സും പൊസിഷൻസും ഒക്കെ പഠിച്ചാണ്. അതിനെ ബേസ് ചെയ്ത് 4 ആൽഫബറ്റ്സോ അല്ലെങ്കിൽ അതിന്റെ ആൽഫബറ്റ്സിന്റെ 2 3 അക്ഷരങ്ങളുള്ള ഓരോ സെറ്റ് വെച്ച് നമുക്ക് തരും. അതിൽ നിന്ന് കൂട്ടത്തിൽ ഒറ്റയാനെ കണ്ടെത്തുന്ന ഏതാന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ നമ്പേഴ്സിനെ ബേസ് ചെയ്തും തരാറുണ്ട്. നമ്പേഴ്സ് അങ്ങനെ അധികം കാണാറില്ല. കൂടുതലും വേർഡ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് തന്നെയാണ് വരാറുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഏത് തന്നെയാണ്? വേർഡ്സ് തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതാന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ പരിപാടി കഴിയുണ്ടായി. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറഞ്ഞോട്ടെ, ഇപ്പം ഇതിലെ ഏതൊരു ചോദ്യം എടുത്തു കഴിഞ്ഞാലും ഒരു പക്ഷേ നമ്മുടെ ലോജിക്കും ഈ എക്സാം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ട ആളുടെ ലോജിക്കും തമ്മിൽ എല്ലാ സമയത്തും അത് സിങ്ക് ആവണമെന്നില്ല. എന്ന് കരുതി ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ ലോജിക്കാണ് ശരിയെന്നല്ല അല്ലെങ്കിൽ അവരുടെ ലോജിക്കാണ് ശരിയെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു 99% കേസിലും ഇത് കോമൺ ആയിട്ട് വരും. പക്ഷെ 1% ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ പറയുന്ന ലോജിക്ക് നമുക്ക് ലോജിക്കലി കറക്റ്റ് ആയിരിക്കും, അവർ പറയുന്ന ലോജിക്ക് അവർക്ക് ലോജിക്കലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏതാണോ അവർ പറയുന്നത് എന്നുള്ളതിന് അൾട്ടിമേറ്റ്ലി ആണ് നമ്മുടെ ആൻസർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 99% അത് സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ 1% എന്ത് ചെയ്യാറുണ്ട്? ചെറിയ ചില മാറ്റങ്ങൾ അവിടെയും ഇവിടെയും എല്ലാം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ വേർഡ്സിന്റെ ഓഡ് വൺ ഔട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് GK കൂടി അറിയേണ്ടി വരും. ഇപ്പൊ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ബാക്ടീരിയ ഡിസീസിന്റെയും വൈറസ് ഡിസീസിന്റെയും കോമ്പിനേഷൻ തരും. 3 എണ്ണം ബാക്ടീരിയ ഡിസീസ് ആയിരിക്കും, 1 എണ്ണം വൈറൽ ഡിസീസ് ആയിരിക്കും. 3 എണ്ണം സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിരിക്കും, 1 എണ്ണം ഒരു രാജ്യത്തിന്റെ തലസ്ഥാനമായിരിക്കും. അല്ലെങ്കിൽ 3 നഗരങ്ങളുടെ പേര് തന്നിരിക്കുന്ന തലസ്ഥാന നഗരങ്ങളായിരിക്കും, 1 തലസ്ഥാന നഗരമാവില്ല. അത്തരത്തിൽ എല്ലാ കേസിലും ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കുറച്ച് GKയുടെ പിൻബലം കൂടി ഈ ഓഡ് വൺ ഔട്ടിലെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിലെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് എന്ത് വരും? നമുക്ക് ആവശ്യം വരും. അപ്പൊ ഇത് 3 ക്ലാസ് ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് വേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ഞാൻ കുറെ മോഡലുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതിലും അല്ലാതെ ഇതൊരിക്കലും ഒരു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഒന്നുമല്ല. എന്താണ് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് എന്തുള്ളൂ ഇതുള്ളൂ. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ട്രിക്കോ ടെക്നിക്കോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഈ രീതിയിലൊക്കെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ ഈ ക്ലാസ്സിന്റെ ഒരു ഉദ്ദേശമുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലാസ്സിലെ വേർഡ്സിലോട്ട് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 4 വാക്കുകൾ തന്നിട്ടുണ്ട്: മാർസ്, മെർക്കുറി, ജൂപ്പിറ്റർ, ചലഞ്ചർ. ഈ 4 വാക്കുകൾ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പറയും. കാരണം മാർസും മെർക്കുറിയും ജൂപ്പിറ്ററും ഇത് 3ഉം നമുക്കറിയാം എന്താണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുക. എന്നതിന് ശേഷം മാത്രം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കുക. ആ ഒരു പ്രോസസ്സ് ഓരോ ക്വസ്റ്റിനും ചെയ്യുക. മടി പിടിച്ചിരിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ആ ഒരു തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ആവണം. അങ്ങനെ സ്വന്തം തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ആവാതെ ഒരിക്കലും നമുക്ക് റീസണിങ്ങിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ GK പോലെ അല്ല എന്നുള്ള സത്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് ശീലിക്കുക. അപ്പൊ നമുക്ക് 4 വാക്കുകൾ തന്നിട്ടുണ്ട്: മാർസ്, മെർക്കുറി, ജൂപ്പിറ്റർ, ചലഞ്ചർ. ഇതിൽ നമുക്ക് കണ്ട ഉടനെ അറിയാം ഈ മാർസ് ആയാലും മെർക്കുറി ആയാലും ജൂപ്പിറ്റർ ആയാലും എന്താണ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളാണ്, പ്ലാനറ്റുകളാണ്. അറ്റ് ദ സെയിം ടൈം ചലഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്, ഉപഗ്രഹമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചലഞ്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ണു അടച്ച് നമുക്ക് പറയാൻ പറ്റും ഏതാണ് ആൻസർ. ചലഞ്ചർ ആണ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായി. ഇതിപ്പോൾ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു ബേസിക് GK നോളജ് വേണം, അല്ലേ? ഇത് മാത്രമല്ല, കുറച്ചുകൂടി ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് ചോദിച്ചേക്കാം. 3 എണ്ണം ഗ്രഹങ്ങളാണെന്നും 1 എണ്ണം സാറ്റലൈറ്റ് ആണെന്നും എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എവിടെ വരിക, വേർഡ് ക്ലാസിഫിക്കേഷനിൽ വരിക. ഇത് വീണ്ടും 4 തന്നിട്ടുണ്ട്:
ആപ്പിൾ, ഓറഞ്ച്, കുക്കുംബർ, ടൊമാറ്റോ. ഇത് ഈ ക്ലാസിഫിക്കേഷൻ ചോദ്യങ്ങളിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി ഈ ചോദ്യത്തിനോടൊപ്പം എനിക്ക് പാസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുക. ഇപ്പൊ ആപ്പിൾ തന്നിട്ടുണ്ട്, ഓറഞ്ച് തന്നിട്ടുണ്ട്, കുക്കുംബർ തന്നിട്ടുണ്ട്, ടൊമാറ്റോ തന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ ഐഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ആപ്പിളും ഓറഞ്ചും എന്താണ്, ഫ്രൂട്ട്സിന്റെ ഗണങ്ങളിൽ പെടുന്ന ആളുകളാണ് അല്ലെ. അതേസമയം കുക്കുംബറും ടൊമാറ്റോ എന്താണ്, നമ്മുടെ വെജിറ്റബിൾസിന്റെ ഗണങ്ങളിൽ പെടുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഒരു പക്ഷേ ആലോചിക്കും, ഓക്കെ ഇത് അതല്ല അതിന്റെ ലോജിക്ക്, വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് എന്ത് ചെയ്യാം, നമ്മൾ ആലോചിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടൊമാറ്റോ എന്ന് പറയുന്ന സാധനം, തക്കാളി എന്ന് പറയുന്ന സാധനം പച്ചക്കറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും ടൊമാറ്റോ എന്ന് പറയുന്ന ടെക്നിക്കലി സയന്റിഫിക്കലി നമ്മൾ പറയുന്ന സമയത്ത് ടൊമാറ്റോ ഒരു ഫ്രൂട്ടാണ്, ഒരു പഴവർഗ്ഗമാണ്, ഒരു ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ടൊമാറ്റോയും കൂടി വെജിറ്റബിൾസിന്റെ ഗ്രൂപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട് സിമ്പിൾ ആയി. കാരണം ആപ്പിളും ഓറഞ്ചും ടൊമാറ്റോയും ഫ്രൂട്ട് ആണെങ്കിൽ കുക്കുംബർ മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ, വെജിറ്റബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഇതിപ്പോൾ ഈ അടുത്ത് ഏതോ ഒരു മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ഇതിനെപ്പറ്റി ഇതൊരു ഐഡിയ ഉണ്ടാവും. പക്ഷെ ഇത് കാലങ്ങളായിട്ട് ഏതൊരു മത്സര പരീക്ഷയിലും സ്ഥിരമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വരുന്ന ഒരു ചോദ്യമാണ് ഈ ടൊമാറ്റോ എന്ന് പറയുന്ന സാധനം. ടൊമാറ്റോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് അല്ല, ഒരു ഫ്രൂട്ടാണ്, വെജിറ്റബിൾ അല്ല എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ ഫ്രൂട്ടാണ്, ഓറഞ്ച് ഫ്രൂട്ടാണ്, ടൊമാറ്റോ ഫ്രൂട്ടാണ്, ഏത് ഫ്രൂട്ട് അല്ല, കുക്കുംബർ ഫ്രൂട്ട് അല്ല. സോ ആൻസർ ഏതാണ്, കുക്കുംബർ ആണ്, വെജിറ്റബിൾ. സോ കുക്കുംബർ ആണ് ആൻസർ. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ, ബസ്, കാർ, എയറോപ്ലെയിൻ. ട്രാൻസ്പോർട്ടേഷൻ, ബസ്, കാർ, എയറോപ്ലെയിൻ. കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ബസ് ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, കാർ മറ്റൊരു വേ ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, എയറോപ്ലെയിൻ മറ്റൊരു വേ ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. എല്ലാം എന്താണ്, നമ്മുടെ ഗതാഗതത്തിനായുള്ള നമുക്ക് സഞ്ചരിക്കാനുള്ള പല മാർഗ്ഗങ്ങളാണ്. പക്ഷെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഒരു സൂപ്പർ സെറ്റ് പോലെ, അല്ലെങ്കിൽ ഇതിന് അണ്ടറിലാണ് ഏത് വരിക, ട്രാൻസ്പോർട്ടിന് അണ്ടറിലാണ് ബസ് ആയാലും കാർ ആയാലും എയറോപ്ലെയിൻ ആയാലും വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ആൻസർ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്, ട്രാൻസ്പോർട്ട് ആണ് എടുക്കേണ്ടത്. അതേസമയം ഇവിടെ ബസ്, കാർ, ഇനിയിപ്പോ ട്രാൻസ്പോർട്ട് ഇല്ല, പകരം ഓട്ടോറിക്ഷ എന്നാണ് തന്നിരുന്നത്. ഓട്ടോറിക്ഷ, ബസ്, കാർ, എയറോപ്ലെയിൻ തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതെടുക്കണം, എയറോപ്ലെയിൻ എടുക്കണം. കാരണം നമുക്കറിയാം ബസ്സും കാറും ഓട്ടോറിക്ഷയും എവിടെ ഓടുന്നതാണ്, റോഡിൽ ഓടുന്ന വാഹനങ്ങളാണ്. അതേസമയം എയറോപ്ലെയിൻ എന്ന് പറയുന്നത് എവിടെ ഓടുന്നതാണ്, നമുക്കറിയാം ആകാശത്ത് ഓടുന്നതാണ്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. ഇനിയിപ്പോ അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് പിന്നെ വരുന്നൊരു ചോദ്യമാണ് ബസ്, കാറ്, വാന്, മോട്ടോർ ബൈക്ക്. ഇങ്ങനെ തരാറുണ്ട്. ഇങ്ങനെ തന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കറിയാം ബസ് ആയാലും കാർ ആയാലും വാൻ ആയാലും എന്താണ്, 4 വീലേഴ്സ് ആണ്. മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു 2 വീലർ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മളത് ആലോചിക്കണം. ചെറിയൊരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതിനനുസരിച്ച് മൊത്തത്തിലുള്ള ലോജിക്ക് എന്ത് ചെയ്യാൻ പറ്റിയേക്കാം, മാറിപ്പോയേക്കാം എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ രീതിയിലേക്കാണ് എന്ത് ചെയ്യുക, ഇതിലെ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അടുത്ത നെസ്റ്റ്, സ്റ്റേബിള്, ഹോള്, ബോട്ട്. ഇതിപ്പോ അഗൈൻ ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ പല ജീവികൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അതിൽ നെസ്റ്റ് നമുക്കറിയാം കൂടാണ്, പക്ഷികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് നെസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരാലയം അല്ലെങ്കിൽ കുതിരാലയം എന്നൊക്കെ നമ്മൾ പറയും, കുതിരലായം. സ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സിനെ തളയ്ക്കുന്ന അല്ലെങ്കിൽ ഹോഴ്സിനെ കെട്ടിയിടുന്ന സ്ഥലമാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഹോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്നേക്സ് താമസിക്കും, അതുപോലെ റാബിറ്റ്സ്, മുയലുകൾ താമസിക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്തൊക്കെ തന്നെയാണ് പറയാറുള്ളത്, ഹോൾ എന്നാണ് പറയാറുള്ളത്. പക്ഷെ ബോട്ട് എന്ന് പറഞ്ഞാൽ അറിയാം ഇതുമായി യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത മറ്റൊരു സാധനമാണ് ഏതെന്ന് പറയുന്നത്, ബോട്ട് എന്ന് പറയുന്നത്. സോ കണ്ണുടച്ച് നമുക്ക് ആൻസർ ഏതാന്ന് പറയാൻ പറ്റും, ബോട്ടാണ് നമ്മുടെ ആൻസർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റും. സിമ്പിൾ ആണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലോജിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചോദ്യം വരാൻ ഞാൻ കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് അടുത്തത് വരണം, സ്ക്രൂ ഡ്രൈവർ, നൈഫ്, പ്ലയർ, സ്പാനർ. സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നൈഫ് ഉണ്ട്, പ്ലയർ ഉണ്ട്, സ്പാനർ ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സ്ക്രൂ ഡ്രൈവറും പ്ലയറും സ്പാനറും ഉണ്ട് അല്ലെ. ഇത് 3 മെക്കാനിക്കൽ പർപ്പസസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നൈഫ് എന്ന് പറയുന്നത് ഷാർപ്പായിട്ട് മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറയാൻ പറ്റും, നൈഫ് ആണ് നമ്മുടെ ആൻസർ, കത്തിയാണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഒക്കെ വേണമെങ്കിൽ പല ലോജിക്കൽ പലരും ആലോചിച്ച് പറയാറുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ആൻസർ ആണ് എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ പറഞ്ഞു തരുന്നുള്ളതേ ഉള്ളൂ. സ്ക്രൂ ഡ്രൈവർ ആയാലും കട്ടിംഗ് പ്ലെയർ ആയാലും സ്പാനർ ആയാലും നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നതാണ്, റിപ്പയർ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നൈഫ്, കത്തി എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്, നമ്മൾ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇതാണ്, സ്നേക്ക്, ലിസാർഡ്, വെയിൽ, ക്രോക്കഡൈൽ. പാമ്പ്, ലിസാർഡ്, പല്ലി, വെയിൽ, തിമിംഗലം, ക്രോക്കഡൈൽ, മുതല. ഞാൻ മലയാളം കൊടുത്തിട്ടില്ല, പക്ഷെ ഒപ്പം പറയുന്നുണ്ട്. പിന്നെ ബേസിക് ടേംസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ മലയാളം സ്കിപ്പ് ചെയ്തേക്കുന്നത്. പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്നേക്ക് നമ്മുടെ പാമ്പ്, ലിസാർഡ് പല്ലി, വെയിൽ തിമിംഗലം, ക്രോക്കഡൈൽ. ഇതിൽ ഏതാ വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവികളും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും അങ്ങനെ ആലോചിക്കാറുണ്ട്. അങ്ങനെ ആലോചിച്ച് നമുക്കറിയാം വെയിലും ക്രോക്കഡൈലും വെള്ളം കൂടി ഇൻക്ലൂഡഡ് ആണ്, സ്നേക്കും ലിസാർഡും കരയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. ഇനി അതല്ലാതെ വേറെ എന്താ പോസിബിൾ ആയിട്ടുള്ളത്,
അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, സ്നേക്ക് ആയാലും ലിസാർഡ് ആയാലും ക്രോക്കഡൈൽ ആയാലും ഏത് വർഗത്തിൽ പെടുന്ന ആളുകളാണ്? റെപ്റ്റൈൽസിൽ പെടുന്ന ആളുകളാണ്. റെപ്റ്റൈൽസ് എന്ന് വെച്ചാൽ എന്താ? ഉരകങ്ങളാണ് ഇതെന്ന് പറയുന്നത്, ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത്. അതേസമയം വെയിൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു ജീവിയാണ്? അതൊരു ആനിമൽ ആണ് അല്ലെ, അത് റെപ്റ്റൈൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക? നമ്മുടെ വെയിലാണ്, തിമിംഗലമാണ് എന്തായിട്ട് എടുക്കാൻ പറ്റുക? ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക. അതേസമയം ഇനിയിപ്പോ ഇവിടെ വെയിലില്ല, വെയിലിന് വരാം സ്നേക്ക്, ലിസാർഡ്, ഇനിയിപ്പോ ഏതാ നമുക്ക് എടുക്കാൻ പറ്റുക? കെമിലിയോൺ അല്ലെങ്കിൽ ചാമിലിയോൺ, ഓന്താണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ നിങ്ങളോട് പറയാണ് സ്നേക്ക്, ലിസാർഡ്, ചെമിലിയോൺ, ക്രോക്കഡൈൽ, ഇതിലേതാ വരിക എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണോടിച്ച് പറയും സ്നേക്ക് ആയാലും ലിസാർഡ് ആയാലും ചെമിലിയോൺ ആയാലും അല്ലെങ്കിൽ കെമിലിയോൺ ആയാലും ഏതാണ് വരുന്നത്? എല്ലാം ഉരകങ്ങളാണ്. ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ എടുക്കുക? ക്രോക്കഡൈൽ എടുക്കാൻ പറ്റും. ഉരകങ്ങൾ തന്നെയാണ്, ക്രോക്കഡൈൽ എടുത്താലും ഉരകം തന്നെ വരും അല്ലെ. സ്നേക്ക് ആയാലും ലിസാർഡ് ആയാലും കെമിലിയോൺ ആയാലും ക്രോക്കഡൈൽ ആയാലും ഉരകങ്ങളായിട്ട് വരും. പക്ഷെ ക്രോക്കഡൈൽ എന്ന് പറയുന്നത് ഒരു ആംഫീബിയൻ ആണ്. ആംഫീബിയൻ എന്ന് വെച്ചാൽ എന്താ? ഉഭയജീവിയാണ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോക്കഡൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉഭയജീവികൾ, ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് ആൻസർ എടുക്കണം? ആംഫീബിയൻസ്, ക്രോക്കഡൈൽ എടുക്കണം. അതായത് സ്നേക്ക്, ലിസാർഡ്, കെമിലിയോൺ, ക്രോക്കഡൈൽ, ആംഫീബിയൻസ് വരും. ഇനി ഇതിൽ വേറൊരു പോസിബിലിറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാനിവിടെ പ്രശ്നം പറഞ്ഞെന്ന് പറഞ്ഞത്. ലിസാർഡ് നമുക്കറിയാം കാലുകളുണ്ട് അല്ലെ, കെമിലിയോൺ ഓന്ത് കാലുകളുണ്ട്, ക്രോക്കഡൈൽ മുതല കാലുകളുണ്ട്. അതേസമയം ആർക്ക് കാലുകളില്ല? സ്നേക്കിന് കാലുകളില്ല. അതുകൊണ്ട് സ്നേക്ക് ആൻസർ ആയി വന്നൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കാലുണ്ട്, കാലില്ല, അതൊരു വളരെ ലോജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത്തരം ചില ചോദ്യങ്ങളിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് എന്താണ് പോസിബിൾ ആണ്. ഇപ്പൊ ഞാൻ സ്പോട്ടിൽ ഉണ്ടാക്കിയതാണ്, അതിൻ്റെതായിട്ടുള്ള അപാകതകൾ ആ ചോദ്യത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ഉണ്ടായേക്കാം. പക്ഷെ എനിക്ക് ആ പോസിബിലിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരണമായിരുന്നു. അപ്പൊ ഇങ്ങനെയും എന്ത് ചെയ്യാം? വന്നേക്കാം. അപ്പൊ സ്നേക്ക് ആൻസർ വരില്ലേ? വരാം, തെറ്റെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഏതും കറക്റ്റ് ആൻസർ തന്നെയാണ്, ക്രോക്കഡൈലും കറക്റ്റ് ആൻസർ തന്നെയാണ്. ബിക്കോസ് അത് പെടുന്നത് ആംഫീബിയൻ കാറ്റഗറിയിലാണ്. സ്നേക്കും ലിസാർഡും കെമിലിയോണും ഇതിലാണ് വരുന്നത്, റെപ്റ്റൈൽസിലാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പോസിബിലിറ്റീസ് എപ്പോഴും നമുക്ക് തരുന്ന 4 ഓപ്ഷനിൽ നിന്ന് 2 തരത്തിലുള്ള കൃത്യമായ ലോജിക്കില്ല, മറ്റേ വളഞ്ഞ ഉടായ്പ ലോജിക് ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല, അത് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വളരെ പ്രോപ്പർ ആയിട്ടുള്ള ലോജിക്. ഇപ്പൊ കാലുണ്ട്, കാലില്ല, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഡറിനോട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ റീസൺ വന്നാൽ എന്ത് പോസിബിൾ ആണ്? മൾട്ടിപ്പിൾ ആൻസേഴ്സ് പോസിബിൾ ആണ്. ഇത് പിടിച്ചോ. അടുത്തത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. സ്റ്റോപ്പ്, വാർഡ്, ട്രേ, പാൻസ്, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. സ്റ്റോപ്പ്, വാർഡ്, ട്രേ, പാൻസ്, ഇതിൽ ഏത് വരുന്നുള്ളത് കിട്ടില്ല. അപ്പൊ ഒന്ന് പോസ് ചെയ്ത് ആലോചിക്കുക, എന്നതിന് ശേഷം മാത്രം ഞാൻ ഇനി പറയാൻ പോകുന്നത് കേൾക്കുക. ഇത് വേർഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണെങ്കിലും ഇതിന്റെ ലോജിക് ഇച്ചിരി നല്ല ലോജിക്കാണ്. അതായത് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ സ്റ്റോപ്പും വാർഡും പാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ മീനിങ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ട്രേ എന്ന് പറയുന്നതിന് മീനിങ് കിട്ടും. അപ്പൊ പാൻസിന് പ്രത്യേകിച്ച് മീനിങ് ഇല്ല, അതുകൊണ്ട് അത് വരുന്നത് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇതിന്റെ ഒഫീഷ്യൽ ആൻസർ കീ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് സ്റ്റോപ്പ് തിരിച്ചിട്ടാൽ നമുക്കറിയാം എന്ത് വരും? പോട്ട്സ് വരും. വാർഡ് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് വരും? ഡ്രോ വരും. ട്രേ തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് വരും? യാർട്ട് വരും. പാൻസ് തിരിച്ചിട്ടാൽ എന്ത് വരും? സ്നാപ്പ് വരും അല്ലെ. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി പോയി എന്നുള്ളതേ ഉള്ളൂ. റിവേഴ്സ് ഓർഡറിൽ എന്ത് എഴുതിയിരിക്കണം. അങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പോട്ട്സ് ഒരു മീനിങ് ഫുൾ വേർഡ് ആണ്, ഡ്രോ മറ്റൊരു മീനിങ് ഫുൾ വേർഡ് ആണ്, സ്നാപ്പ് വേറൊരു മീനിങ് ഫുൾ വേർഡ് ആണ്. പക്ഷെ യാർട്ട് എന്തല്ല? ഒരു മീനിങ് ഫുൾ വേർഡ് അല്ല. പക്ഷെ നമ്മുടെ കൃത്യമായ ആൻസർ എന്ന് പറയുന്ന ഒഫീഷ്യൽ ആൻസർ കേ കൊടുത്തിരുന്നത് ഏതാണ്? യാർട്ട് ആണ്, അല്ലെങ്കിൽ ട്രേ ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഷഫിൾഡ് ആയിട്ട് തരും, ഇതിപ്പം റിവേഴ്സ് ആയിരുന്നു, ഇതിന് പകരം ഷഫിൾഡ് ആയിട്ട് തരും. അതിലെല്ലാത്തുനിന്നും 3 എണ്ണത്തിൽ നിന്ന് നമുക്കൊരു മീനിങ് ഫുൾ വേർഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഷോർണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത്തരത്തിലുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു വേർഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതാണ് എന്ത് ചെയ്യേണ്ടത്? പിക്ക് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഡക്ക്, കോയൽ, ക്രോ, പാരറ്റ്. ഡക്ക് താറാവ്, കോയൽ കുയില്, ക്രോ കാക്ക, പാരറ്റ് തത്തമ്മ. ഇതിലേതാണ് വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുടച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. കുയിലായാലും തത്തമ്മയായാലും കാക്കയായാലും എല്ലാത്തിനും എന്ത് ചെയ്യാൻ കഴിയും? എല്ലാത്തിനും പറക്കാൻ കഴിവുള്ള പക്ഷികളാണ്. പക്ഷെ ഡക്കിന്, താറാവിന്, ഡക്ക് പറക്കുമായിരിക്കും ഒരു അത്യാവശ്യ ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കറിയാം ഡക്ക് ഒരു പറക്കുന്ന ഒരു പക്ഷിയൊന്നുമല്ല അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എടുക്കേണ്ടത്? ഡക്ക്, താറാവാണ് എടുക്കേണ്ടത് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അടുത്ത അതുപോലെ സ്ക്വയർ, ട്രപ്പീസിയം, സിലിണ്ടർ, പാരലലോഗ്രാം. ഇതും ഇതിന്റെ വൺ ഓഫ് ദി ഒരു ഫേവറേറ്റ് ചോദ്യങ്ങളാണ്. ഐ മീൻ നന്നായിട്ട് ചോദിക്കാറുള്ളതാണ്. സ്ക്വയർ ഉണ്ട്, ട്രപ്പീസിയം ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, പാരലലോഗ്രാം ഉണ്ട്. നമുക്കറിയാം സ്ക്വയർ, ട്രപ്പീസിയം, പാരലലോഗ്രാം അല്ലെ, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. പക്ഷേ സിലിണ്ടർ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം എങ്ങനെ വരുന്ന ഫിഗർ ആണ്? സിലിണ്ടർ എന്ന് പറയുന്ന ഒരു 3D ആയിട്ട് വരുന്ന ഫിഗർ ആണ് അല്ലെ. അതേസമയം സ്ക്വയർ 2D ആണ്, ട്രപ്പീസിയം 2D ആണ്,
പാരലോഗ്രാമും 2D ആണ്. ഏത് മാത്രം സിലിണ്ടർ മാത്രം എങ്ങനെയാണ് 3 ഡയമെൻഷനിലാണ്, ഒരു സോളിഡ് ആണ് അല്ലെ. സോളിഡിന്റെ ഭാഗത്ത് വരുന്ന മെൻസുറേഷനിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. പക്ഷേ ഇതിന്റെയൊക്കെ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ സോളിഡ് ആണ് ഇതെന്ന് പറയുന്നത്, സിലിണ്ടർ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ഫിഗർ ആണ് അല്ലെ. പേപ്പറിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിലും പേപ്പറിൽ നമുക്കറിയാം അതല്ല, ഇനിയും ഇതിന് എന്തുണ്ട്, ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ സിലിണ്ടർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സ്ക്വയറോ ട്രപ്പീസിയോ പാരലോഗ്രാമോ അല്ല എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതേപോലെ മറ്റൊരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്, ടെറ്റനസ്, ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ അസുഖങ്ങൾ കണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് ബാക്ടീരിയ വേഴ്സസ് വൈറസ് ആണ്. ഇതിൽ കുറെ എണ്ണം ബാക്ടീരിയൽ ഡിസീസസ് ആയിരിക്കും, കുറെ എണ്ണം വൈറസ് ഡിസീസ് ആയിരിക്കും. ടെറ്റനസ്, ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് കരൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് കോസിംഗ് ഡിസീസ് ആണ്. അതേസമയം ടെറ്റനസ് ആയാലും ന്യൂമോണിയ ആയാലും ട്യൂബർകുലോസിസ് ആയാലും എല്ലാം കോസ് ചെയ്യുന്ന ഏതുകൊണ്ടാണ്, ബാക്ടീരിയ കൊണ്ട് കോസ് ചെയ്യുന്ന ബാക്ടീരിയ കോസിംഗ് ഡിസീസസ് ആണ് ഇതെന്ന് പറയുന്നത്. ടെറ്റനസും ന്യൂമോണിയയും ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് കുറച്ചധികം GK അറിയേണ്ട ചോദ്യങ്ങളാണ് അല്ലെ. ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, അത് ഡിമാൻഡ് ചെയ്യും, നമുക്കത് കിട്ടിയേ പറ്റൂ. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെയാണ്, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്, ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇത് തിരിച്ചു വരാം, 3 വൈറൽ ഡിസീസ് വന്നിട്ട് ഒരു ബാക്ടീരിയൽ ഡിസീസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് തരാം. ഇതേപോലെ വീണ്ടും 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. പിയർ, ആപ്പിള്, ഗുവാവ, ഓറഞ്ച്. പിയർ ഒരു പഴമാണ്, ആപ്പിൾ അറിയാം പഴമാണ്, ഗുവാവ നമ്മുടെ പേരൊക്കെയാണ്, അതും എല്ലാവർക്കും അറിയാം. ഓറഞ്ച് നമുക്കറിയാം, ഓറഞ്ച് എന്ത് തന്നെയാണ്, ഒരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 4 എന്ത് തന്നെയാണ്, ഫ്രൂട്ട് തന്നെയാണ്, പഴങ്ങൾ തന്നെയാണ്. ഇതിൽ ഏതാണ് ഇനിയിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതും ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാറുള്ള ഒരു സാധനമാണ്. പിയർ ആയാലും ആപ്പിൾ ആയാലും ഗുവാവ ആയാലും ഇതൊന്നും എന്തല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ് അല്ല. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം പുളിയുള്ള പഴങ്ങളല്ല. ഓറഞ്ച് എന്താണ്, ഒരു പ്രോപ്പർ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു സിട്രസ് ഫ്രൂട്ട് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഓറഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആൻസർ ആയിട്ട് എടുക്കേണ്ടത് ഓറഞ്ച് ആണ്. അത്ര ഒരു കറക്റ്റ് ആയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചോദ്യമായി വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് പിക്ക് ചെയ്തിരിക്കുന്നത്. പിയർ, ആപ്പിൾ, ഗുവാവ, ഓറഞ്ച്. ഇതിൽ കൃത്യമായ ആൻസർ ഏതാണ് എടുക്കേണ്ടത്, ഓറഞ്ച് ആണ് എടുക്കേണ്ടത്. ബിക്കോസ് അത് സിട്രസ് ഫ്രൂട്ട് ആണ്, ബാക്കിയെല്ലാം എന്താണ്, സാധാരണ പഴങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നുള്ളത് ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ചെസ്. പോസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഔട്ട്ഡോർ ഗെയിം ആണ്, കളത്തിലിറങ്ങി പുറത്ത് നമ്മൾ കളിക്കേണ്ടുന്ന ഗെയിംസ് ആണ് ഇതെന്ന് പറയുന്നത് ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റും. അതേസമയം ചെസ് എന്ന് പറയുന്നത് ഒരു ബോർഡിന് ഇരുവശവും ഇരുന്ന് വീട്ടിനകത്ത് ഇൻഡോർ ഗെയിം ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് ഔട്ട്ഡോർ ഗെയിം ആണെങ്കിൽ ചെസ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻഡോർ ഗെയിം ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചോദ്യമുണ്ട്. ഇതെല്ലാവരും ഭയങ്കര കൂലങ്കഷമായി ആലോചിച്ച് എന്നാൽ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടാത്തൊരു സാധനമാണ്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പണി നിങ്ങൾക്കും തരികയാണ്. നിങ്ങൾ സ്വന്തം ചിലപ്പോൾ മടത്തരം എത്താൻ സാധ്യതയുണ്ട്, പക്ഷെ കാരണം അത് അങ്ങനത്തെ ഒരു ചോദ്യമാണ്, ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ടോർട്ടോയ്സ്. അപ്പൊ പോസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തിട്ട് തിരിച്ചു വരിക. ടോർട്ടോയ്സ് ആമ, ഡക്ക് താറാവ്, സ്നേക്ക് പാമ്പ്, വെയിൽ തിമിംഗലം. ചിലർക്ക് ഇത് പെട്ടെന്ന് കത്തും, ചിലർക്ക് അത്ര പെട്ടെന്ന് കത്തില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ പല രീതിയിൽ നിങ്ങൾ ആലോചിക്കും ഇതിൽ ഏതാ ആൻസർ വരാന്നുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു സംഭവം കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ടോർട്ടോയ്സ് കരയിലും വെള്ളത്തിലും ജീവിക്കും, വെയില് വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ, സ്നേക്ക് കരയിൽ ജീവിക്കുന്ന സാധനമാണ്, ഡക്ക് വെള്ളത്തിലും നമുക്കറിയാം കരയിലൊക്കെ ജീവിക്കാൻ സാധ്യതയുള്ള ജീവിയാണ്. അപ്പൊ നമ്മൾ ആ ആംഗിളിലാണ് നമ്മൾ ഇത് ആലോചിക്കുക, അവിടെയാണ് എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന്റെ ക്യാച്ച് എന്ന് പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഓൺ എ ലാർജർ സ്കെയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ടോർട്ടോയ്സ് ആണെങ്കിലും സ്നേക്ക് ആണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം എന്താണ്, മൃഗങ്ങളാണ്, ആനിമൽസ് ആണ്. ഡക്ക് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഈ കൂട്ടത്തിലെ ബേർഡ് എന്ന് പറയുന്നത്. അപ്പൊ പക്ഷികളും മൃഗങ്ങളും ബേസിക് എന്താ പറയുക ക്ലാസിഫിക്കേഷൻ ആണ്, ബേസിക് ഓഡ് ഓൺ ഔട്ട് ആണ്. പക്ഷെ ആ ചോദ്യം പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ വീട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻസർ ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഡക്കാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ടണ്ണുണ്ട്, ക്വിന്റൽ ഉണ്ട്, ഗ്രാം ഉണ്ട്, മീറ്റർ ഉണ്ട്. ഒന്നും പറയാനില്ല. ടണ്ണാണേലും കിൻഡൽ ആണേലും ഗ്രാം ആണേലും കിലോഗ്രാമിന്റെ അല്ല വെയിറ്റിന്റെ അളവുകളാണ് അല്ലെ. എത്ര കിലോ ഉണ്ട് എന്നുള്ളതാണ്, എത്ര ടൺ ഉണ്ട്, എത്ര കിൻഡൽ ഉണ്ട്, എത്ര ഗ്രാം ഉണ്ട്. അതേസമയം മീറ്റർ എന്താണ്, ലെങ്ത് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് മീറ്റർ എന്ന് പറയുന്നത്. അഗൈൻ കുറച്ച് സയൻസ് ആണ്. ടൺ ആയാലും കിൻഡൽ ആയാലും ഗ്രാം ആയാലും വെയിറ്റിനെ ബേസ് ചെയ്തുള്ള അളവുകളും, മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അളവുകളാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് കിങ്, ക്വീൻ, ബിഷപ്പ്, മിനിസ്റ്റർ. കിങ് ഉണ്ട്, ക്വീൻ ഉണ്ട്, ബിഷപ്പ് ഉണ്ട്, മിനിസ്റ്റർ ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഇതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ചെസ് പീസസ് ആണ്. ഇതൊക്കെ ക്ലാസിക് ക്വസ്റ്റ്യൻസ് ആട്ടോ, വിന്റേജ് ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ ആ പ്രാധാന്യം കൊടുത്ത് തന്നെ ആലോചിക്കുക. രാജാവ്, രാജ്ഞി, ബിഷപ്പ്, മന്ത്രി. നമ്മൾ ആക്ച്വലി നമ്മുടെ നാടൻ ടേംസിൽ നമ്മൾ ചെസ്സിൽ യൂസ് ചെയ്യുന്ന ടേംസ് തന്നെയാണ്. രാജാവ്, രാജ്ഞി, ബിഷപ്പ്, മന്ത്രി. ബിഷപ്പ് എന്ന് വെച്ചാൽ തേര്, നമ്മുടെ അറ്റത്ത് വെക്കുന്ന സാധനം, അതെയാണ് നമ്മൾ ഈ ബിഷപ്പ് തേർ എന്ന് പറയുന്നത്. ചെസ് കളിക്കാൻ അറിയുന്നവരുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ നമ്മൾ പറയാറുള്ളത് മന്ത്രി തന്നെയാണ്. പക്ഷേ ചെസ് ഭാഷ അനുസരിച്ച് പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന ആളുകൾ ഒരിക്കലും അതിനെ മന്ത്രി എന്ന് പറയില്ല. അതിനെ നമ്മൾ എന്തെന്നേ പറയാറുള്ളൂ,
ക്വീൻ അല്ലെങ്കിൽ രാജ്ഞി എന്നേ പറയാറുള്ളൂ. നമ്മൾ ഈ പറയുന്ന പോലെ ഞാനൊക്കെ കളിച്ച് പഠിച്ചേക്കുന്നതിന് മന്ത്രി എന്ന് പഠിച്ചിട്ടാണ്, രാജാവ് കഴിഞ്ഞാൽ മന്ത്രി, രാജ്ഞി എന്ന് ഞാൻ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. പക്ഷേ ചെസ്സിന്റെ ഭാഷയിൽ കൃത്യമായി നമ്മൾ പറയണമെങ്കിൽ അതെന്താണ്, അത് ക്വീൻ ആണ്. അതായത് മന്ത്രി എന്ന് നമ്മൾ വിളിക്കുന്ന പീസ് ഏതാണ്, ക്വീൻ ആണ്. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, ചിലർ കൃത്യമായിട്ട് ക്വീൻ തന്നെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ ഞാനൊക്കെ പഠിച്ച നമ്മളൊക്കെ ഈ സ്കൂളിലൊക്കെ കൂടെയുള്ള കൂട്ടുകാർ പഠിപ്പിച്ചു തരുന്നതൊക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ മന്ത്രി എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യമൊക്കെ കാണുമ്പോഴാണ് ഇത് തിരുത്തുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയല്ല, ഇതിനെ നമ്മൾ മന്ത്രി ക്വീൻ എന്നാണ് വിളിക്കുന്നത്. എന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ക്വീൻ എന്ന് വിളിക്കാം, മന്ത്രി എന്ന് വിളിക്കാം, തെറ്റൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. തെറ്റില്ല, നമ്മൾ വിളിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടെക്നിക്കലി ഈ ചെസ്സിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ഏതല്ല, അത് മന്ത്രിയല്ല, അതിന് ഏതെന്ന് തന്നെ വിളിക്കണം, രാജ്ഞി അല്ലെങ്കിൽ ക്വീൻ തന്നെ വിളിക്കണം. അപ്പൊ കിങ്ങും ക്വീനും ബിഷപ്പും ചെസ് പീസസ് ആണ്, മിനിസ്റ്റർ എന്തല്ല, ചെസ് പീസസ് അല്ല. നമ്മുടെ കൃത്യമായ ആൻസർ എന്ന് പറയുന്നത് മിനിസ്റ്റർ ആണ്. അടുത്തത് ഫീലിംഗ്, ജോയ്, ആങ്സൈറ്റി, ആങ്കർ. ഫീലിംഗ് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? ജോയ് സന്തോഷം, ആങ്സൈറ്റി ആകാംക്ഷ അല്ലെ, ആങ്കർ ദേഷ്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫീലിംഗ് എന്ന് പറയുന്ന വലിയ സബ്സെറ്റിനകത്ത് വരുന്ന 3 സാധനങ്ങളാണ് ഇതെന്ന് പറയുന്നത്, ജോയും ആങ്സൈറ്റിയും ആങ്കറും എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ കറക്റ്റ് ആൻസർ ഏതാ? ഫീലിംഗ് ആണ്. നമ്മൾ ആ ട്രാൻസ്പോർട്ടിന്റെ ചോദ്യം ചെയ്തില്ലേ, അതുപോലത്തെ ഒരു ചോദ്യമാണ്. അടുത്തത് അലുമിനിയം, അയൺ, കോപ്പർ, ബ്രാസ്. അഗൈൻ മറ്റൊരു ക്ലാസിക് സാധനമാണ്. അലുമിനിയം നമുക്കറിയാം ഒരു മെറ്റലാണ്, അയൺ നമുക്കറിയാം ഒരു മെറ്റലാണ്, കോപ്പർ നമുക്കറിയാം ഒരു മെറ്റലാണ്. പക്ഷേ ഈ ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാസ് എന്ന് പറയുന്നത് ഒരു അലോയ് ആണ് അല്ലെ. ബ്രാസ് എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറയുമ്പോൾ എന്താ? ലോഹസങ്കരം, ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രാസ് എന്ന് പറയുന്നത്. അപ്പൊ അലുമിനിയം, അയൺ, കോപ്പർ മെറ്റൽസ് ആവുമ്പോൾ, വെറും ലോഹങ്ങളാവുമ്പോൾ ഒന്നിലധികം ലോഹങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്ന ലോഹസങ്കരമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രാസ് എന്ന് പറയുന്നത്. അടുത്ത് സ്പേഡ്, നൈഫ്, ആക്സ്, ബ്ലാക്ക് സ്മിത്ത്. ഒന്നും ചെയ്യാനില്ല. സ്പേഡ് ഒരു ടൂളാണ്, നൈഫ് ഒരു ടൂളാണ്, ആക്സ് ഒരു ടൂളാണ്. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന ആളാണ് എന്തെന്ന് ഇതിലെല്ലാം പണിയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതെല്ലാം പണിയെടുക്കുന്ന കൊല്ലൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഏത് ആൻസർ ആയിട്ട് വരില്ല? സ്പേഡോ, നൈഫോ, ആക്സോ ആൻസർ ആയിട്ട് വരില്ല. ഏത് വന്നേ പറ്റൂ? ബ്ലാക്ക് സ്മിത്ത് വന്നേ പറ്റൂ. ബിക്കോസ് ഇത് എന്താണ്? ഇതൊരു മനുഷ്യനാണ്, ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്. ദേ പിടിച്ചോ അടുത്തത് പനാജി, ചണ്ഡീഗഡ്, കൊൽക്കത്ത, പൂനെ. പനാജി, ചണ്ഡീഗഡ്, കൊൽക്കത്ത, പൂനെ. ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. കാരണം ഈ ക്ലാസ് തുടങ്ങുമ്പോൾ എന്താണ് ഇതിന്റെ ലോജിക് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് കേട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്താണ് ഇതിന്റെ ആൻസർ വരിക എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആൻസറുമായിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അപ്പൊ ഇത്രയാണ് വേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. കുറെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു സ്ഥിരം വരുന്ന ക്ലാസിക് ആയിട്ടുള്ള ലോജിക് സാധനങ്ങൾ എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ആൽഫബറ്റ്സിന്റെയും നമ്പേഴ്സിന്റെയും കൂടി എന്ത് ചെയ്യാം, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ വേർഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക കേരള PSC സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ളതും എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കിയിട്ട് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാം. കുറച്ച് ചോദ്യങ്ങൾ ഇതുപോലെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്. അല്ലാതെ ഇതിനകത്തൊരു ട്രിക്കോ ടെക്നിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊന്ന് പറഞ്ഞു തരാനൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നേക്കും. ഇപ്പൊ ടൊമാറ്റോന്റെ ഒരു സാധനം അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ 2 പോസിബിലിറ്റി വരാം, അത് പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് പുതിയ സാധനങ്ങൾ കൂടി മാക്സിമം ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ 100% പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്കും ഇത്തരം ടോപ്പിക്കുകൾ പഠിപ്പിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. റീസണിംഗിൽ എസ്പെഷ്യലി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റീസണിംഗ് നമ്മളെ ഒരുപാട് അങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു സാധനമല്ല. നിങ്ങൾ ചെയ്യുന്ന സംഭവങ്ങളിൽ നിന്നും കുറച്ച് ചെറിയ ചെറിയ അല്ലറ ചില്ലറ മാറ്റങ്ങൾ. ഇപ്പൊ നമ്മൾ ബ്ലഡ് റിലേഷനോ ഡയറക്ഷൻ സെൻസോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല, ലെഫ്റ്റിലും റൈറ്റിലും മേലെയും താഴെയും കുറച്ച് സ്പേസ് ഇട്ട് വേണം വരച്ചു തുടങ്ങാനായിട്ട്. എങ്ങോട്ടാണ് ഇവർ പോവാ നടക്കുക, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ ഫാമിലി ട്രീ എക്സ്പാൻഡ് ആവാൻ നമുക്കറിയില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, എനിക്കിതിൽ പഠിപ്പിച്ച് തരാനുള്ളൂ. അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ അഥവാ ഓഡ് വൺ ഔട്ടിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളവ 3 തരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. വേർഡ് ക്ലാസിഫിക്കേഷൻ, ആൽഫബറ്റ് ക്ലാസിഫിക്കേഷൻ, ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ്സിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ A മുതൽ Z വരെയുള്ള ഓരോ ആൽഫബറ്റ്സിന്റെയും അക്ഷരങ്ങളുടെയും നമ്പർ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതേ നോക്കിക്കോ, E ഉണ്ട്, P ഉണ്ട്, H ഉണ്ട്, W ഉണ്ട്. ആദ്യം നിങ്ങൾ നോക്കുന്നത് മനസ്സിൽ നമ്പർ ആലോചിക്കുക. E എത്രയാണ്? 5 ആണ്. P 16 ആണ്. H 8 ആണ്. W 23 ആണ്. എന്തെങ്കിലും ലിങ്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല അല്ലെ. ചിലപ്പോൾ ഓഡ് നമ്പർ ഈവൻ നമ്പർ ഒക്കെ തരും കേട്ടോ. 23 പകരം ഇവിടെ 24 ആയിരുന്നെങ്കിൽ നമ്മൾ E എടുക്കണം. ഐഡിയ മനസ്സിലായോ? അതായത് ഈ W പകരം X ആണ് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എത്രയായി? 24 ആയി. P 16 ഈവൺ ആണ്, H 8 ഈവൺ ആണ്, X 24 ഈവൺ ആണ്. ഈ മാത്രമാണ് എന്ത് വരുന്നത്? ഓഡ് വരുന്നത്. സോ നമ്മൾ ആൻസർ എന്തായിട്ട് എടുക്കും? നമ്മൾ E ആയിട്ട് ആൻസർ എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, EPHW ആണ്. ഇതിലെന്താ ആൻസർ വരിക? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ആൻസർ E ആണ് വരിക. എന്താണ്?
എന്താണ് റീസൺ എന്ന് പറയുന്നത്? റീസൺ ഇ എന്ന് പറയുന്ന ഒരു വവ്വലാണ്, ബാക്കിയെല്ലാം എന്താണ്? കൺസണൻസ് ആണ്. ഓരോ ചോദ്യം ഉണ്ടല്ലോ, ഞാൻ ഈ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. ഓരോ ചോദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, മുഴുവൻ കേൾക്കാൻ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ എന്താണ് ലോജിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് നോക്കുക, എന്നിട്ട് നിങ്ങൾ ബാക്കി ഞാൻ പറയുന്നത് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ ഒപ്പം ഓരോ ചോദ്യം നിങ്ങളും ഞാനും വർക്കൗട്ട് ചെയ്ത് പോലെ നിങ്ങളുടെ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഒരു 10-30 സെക്കൻഡ് ഒന്ന് ആലോചിക്കുക, അത്രയൊക്കെ ആലോചിച്ചാൽ മതി. അതിനകത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഐഡിയ ഒന്ന് നോക്കുക, നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ക്ലാസ് കാണാം. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഈസിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് മെനക്കെട്ടാലേ ഇപ്പോൾ എന്ത് നടക്കുള്ളൂ, കാര്യങ്ങൾ നടക്കുള്ളൂ. മടി പിടിച്ചിരിക്കുന്നവൻ എന്നും മടി പിടിച്ചിരിക്കുന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് പോസ് ചെയ്യുക, ലോജിക്ക് ആലോചിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, അത് കിട്ടിക്കഴിഞ്ഞ് ഞാനും അതിന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടില്ലേ, അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാം, സന്തോഷിക്കാം. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്തോ, നിങ്ങൾ ക്ലാസ് ആണ്. എല്ലാം കിട്ടണമെന്നൊന്നുമില്ല, കാരണം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കൺസെപ്റ്റും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിനകത്തുനിന്ന് ചോദ്യം വരുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതേ നോക്കിക്കോ, CFED ILKJ FGHI SVUT ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഏതെടുക്കുക? നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സി എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്നാമത്തെയാണ് അല്ലേ, എഫ് എന്ന് പറയുന്ന 6ആണ്, ഇ 5ആണ്, ഡി 4ആണ്, ഐ 9ആണ്, എൽ 12ആണ്, കെ 11ആണ്, ജെ 10ആണ്. ഓക്കെ, അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, ജെ 10ആണ് എന്നുള്ളത് ഞാൻ ജേട്ടൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരാൾ നമ്മളെ യൂട്യൂബിൽ ആ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ താഴെ ഒരു കിഡിലൻ കമൻറ്റ് പറഞ്ഞത്, പേര് ഞാൻ ഓർക്കുന്നില്ല ബ്രോ, വെരി സോറി, നിങ്ങൾ ജിയോ എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഒരു അടിപൊളി കോഡുള്ളത്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ജെ എന്ന് പറയുന്നത് എന്താ, ജിയോ, ജെ 10, അപ്പോൾ ജിയോ എന്ന് ഓർത്തിരുന്ന് എന്ത് കിട്ടും, അത് കിട്ടും. അതുപോലെ വേറെ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂന് 17 എന്ന് പറഞ്ഞപ്പോൾ 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക സ്ഥലത്ത്, എവിടെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ, അവിടെ ക്യൂ നിന്ന് തുടങ്ങിയതെന്നുള്ള രസകരമായ ഒരു കമൻറ്റ് അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഉണ്ടോയെന്ന് അറിയില്ല, യൂട്യൂബിലാണ് ഈ കമൻറ്റ്സ് വന്നത്. അപ്പോൾ ഈ കോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ജിയോ എന്ന് പറയുന്ന കോഡ് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു കോഡാണ്. 17 വയസ്സ് കഴിഞ്ഞ് ക്യൂ നിൽക്കാൻ തുടങ്ങി എന്നുള്ളത് മോശമൊന്നുമല്ല. എന്തായാലും എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓർത്തിരുന്നോളൂ. അപ്പോൾ ജെ 10 എന്നുള്ളത് എന്ത് ചെയ്തു, അതും കിട്ടി. ഇനി FGHI എടുത്തോ. എഫ് എന്ന് പറയുമ്പോൾ 6, ജി എന്ന് പറയുമ്പോൾ 7, എച്ച് എന്ന് പറയുമ്പോൾ 8, ഐ എന്ന് പറയുമ്പോൾ 9, എസ് എന്ന് പറയുമ്പോൾ എത്ര വരും, 6 18, എസ് 19, വി 22, യു 21, ടി 20. എന്തേലും എവിടെയെങ്കിലും കലങ്ങാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 4, ദെൻ ഇവിടെ എന്ത് വന്നു, 6 5 വന്നു. അപ്പോൾ ഇവിടെ 9 10, ഇവിടെ എന്ത് വന്നു, 12 11 വന്നു. 3 1 4 കൂടി 6 1 5 കുറഞ്ഞു. 9 1 10 കൂടി 12 1 11 കുറഞ്ഞു. അപ്പോൾ ആ ട്രെൻഡാണ് ഫോളോ ചെയ്യേണ്ടത്. 19 1 20 കൂടി 22 1 21 കുറഞ്ഞു. പക്ഷേ ഏതില്ല, FGHI എന്ന് പറയുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. നോക്കിയാൽ തന്നെ ഇത് പറയാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുക. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ നമ്പർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ എന്തായാലും എന്താണ്, കള്ളൻ ആരാണ്, FGHI ആണ് നമ്മുടെ കള്ളൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എന്ത് ചെയ്യും, നമുക്കത് കിട്ടും. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, AJKL IBCD ORQP UFGH എങ്ങനെയാണ് വരുന്നത് നോക്കിക്കോ. നമുക്ക് തന്നെ എഴുതി നോക്കാം. 1 10 11 12. ഇത് ആക്ച്വലി എഴുതേണ്ട കാര്യമില്ല, കാരണം അതിന് മുമ്പേ നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ JKL കണ്ടിന്യൂസ് ആണ്, BCD കണ്ടിന്യൂസ് ആണ്, RQP ആണോ, അല്ല അവിടെ നിൽക്കട്ടെ, FGHും എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ നോക്കണ്ട, ഇങ്ങനെ ഒരു കോമൺ ട്രെൻഡ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിവിടെ PQR ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് എടുക്കില്ല. അപ്പോൾ നമ്മൾ ആ എയും ഐയും ഓയും യും ഒക്കെ തപ്പിപ്പോണം. പക്ഷെ ഇവിടെ അതല്ല, അത് വവ്വൽസ് ചുമ്മാ തന്നിരിക്കുകയെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഇവിടെ എന്തുണ്ട്, PQR അല്ല RQP ആണ്. സോ നമ്മുടെ കള്ളൻ ആരാണ്, ORQP ആണ് നമ്മുടെ കള്ളൻ എന്നുള്ളത് സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. ഈ AIOU ജസ്റ്റ് വവ്വൽസ് ആണ്. അത് ഇതിപ്പോൾ ഇവിടെ PQR എന്ന് നമ്മളത് നോക്കി പോകണം. പക്ഷേ തരാത്തോണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഇത് എടുക്കാം. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ട്രെൻഡ് വേണമെന്ന് എന്ത് ചെയ്യരുത്, വാശി പിടിക്കരുത്, ആൻസർ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് DEB RTP HIF NOL. നമുക്ക് എഴുതി നോക്കാം. D4 ഇതൊക്കെ ഇങ്ങനെ വരണം കേട്ടോ, പട്ടപ്പടപടയുന്ന D4 E5 B2 ഇങ്ങനെ വരണം. 6 18, T20, P16, H8, I9, F6, N14, O15, L12. ഇനി നിങ്ങൾ നോക്ക്, ഇനി നമ്മളെ ട്രെൻഡ് ഉണ്ട് നോക്ക്. 4 + 1 5, 5 3 2, 18 2 20, 24 16, 8 + 1 9, 9 3 6, 14 15, 15 3 12. കള്ളനെ കിട്ടി. ആരാണ്, RTP ആണ് നമ്മുടെ കള്ളൻ അല്ലേ. 1 കൂടി 3 കുറയുക ചെയ്യുന്നത്, ഇവിടെ 2 കൂടി 4 കുറയുക ചെയ്തത്. സോ നമ്മുടെ ആൻസർ എന്താ, RTP ആണ് നമ്മുടെ ആൻസർ. കാരണം ഇത് നമ്പറായിട്ട് അറിയുന്നുണ്ടല്ലോ, ഒരു പണിയില്ല. ഇല്ലെങ്കിൽ ഇത് ഡിയും ഇയും ബിയും ഒക്കെയാണ്. ഡിയും ഇയും ബിയും ആലോചിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ D4 ആണെന്നും E5 ആണെന്നും B2 ആണെന്ന് അറിയാൻ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യും. ഇതിന് എന്തിനാണ് റഫ് ഷീറ്റ്, എവിടെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്, എവിടെയും നമ്മൾ എഴുതി വെക്കേണ്ടത്. ഈ മനസ്സിൽ ഈ സാധനം ഇങ്ങനെ കിട്ടും. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി. ആൽഫബറ്റ്സിൻ്റെ കാര്യം ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെഡിയാക്കി തരാം. അടുത്തത് നോക്കിക്കോ. ACE MOQ JLN STV ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാ വരിക എന്നുള്ളത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഹോംവർക്ക് ചെയ്തിട്ട് താഴെ ഏതാ ആൻസർ വരിക എന്നുള്ളത് പറയാം.
അടുത്തത് BGL HMR QVY KPU തന്നിട്ടുണ്ട്, എഴുതി നോക്കാം. പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. അപ്പോൾ B2 G7 L12 257 7512 ആ ട്രെൻഡ് അപ്പോൾ മനസ്സിലുണ്ട്. H8 M13 618 ഓക്കെ, ഇവിടെ ഓക്കെയാണ്. 5 കൂടി വരികയാണ്. Q17 V22 Y27. അപ്പോൾ ഇതുവരെ Y27 അല്ല, ഞാൻ ആ ഫ്ലോലങ്ങ് പറഞ്ഞത്. Y എത്രയാണ്? 25. അപ്പോൾ 17 5 22 ആണ്, 22 3 ആണ് 25. ഇത് ഓടൺ ഔട്ടാണ്. അടുത്തതും ഈ ട്രെൻഡ് ഫോളോ ചെയ്യുന്നെങ്കിൽ നമുക്ക് ആൻസർ കിട്ടി. K എന്താണ്? K കളവൻ അല്ലേ? 11 P16 U21. എല്ലായിടത്തും എന്ത് വെച്ചാൽ കൂടുന്നത്? 5 വെച്ചാണ് കൂടുന്നത്, എക്സെപ്റ്റ് QVY. സോ നമ്മുടെ കള്ളൻ ആരാണ്? QVY ആണ്. 17 22 27 വരണമായിരുന്നു അല്ലേ? അതായത് A വരണമായിരുന്നു. QVA ആണ് എന്ത് ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് വരേണ്ടത്. വന്നത് ഏതാ? QVY ആണ്. ആ 27ാമത്തെ ലെറ്റർ A ഏത് അറിയാലോ? 26 കഴിഞ്ഞ് വരുന്ന ഓരോ സീരീസും എങ്ങനെ എടുക്കാനാണ് പറഞ്ഞത്? 26 കുറച്ചിട്ട് എടുക്കാൻ. 27 എന്ന് പറയുമ്പോൾ 27 - 26 1. സോ ഒന്നാമത്തെ ഏതാ? A ആണ്. അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം MNPTB BCEIQ GHJNT YZBFN ആണ്. നമുക്കൊന്ന് എഴുതി നോക്കാം എന്തായാലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്പേഴ്സ് ഇട്ട് നോക്കാം. M എന്ന് പറയുമ്പോൾ നമ്മുടെ 13, അല്ലെങ്കിൽ താഴോട്ട് ഞാൻ മാറ്റി എഴുതാം, അതാവും നല്ലത്. ഇല്ലെങ്കിൽ ആകെ അവിടെ കൺജസ്റ്റഡ് ആയി പോകും. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. MNPTB BCEIQ, അതെൻ്റെ I ആണ്, J അല്ല. GHJNT ദെൻ YZBFN അല്ലേ? ഓരോന്നായിട്ട് നമ്മൾ എഴുതി. താഴെ നമ്പർ എഴുതിക്കോ. M13 N14 P16 T20 B2 ആണെന്ന് അറിയാം. പക്ഷേ ഈ ഒരു സീരീസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 26 + 2 28 എന്ന് എടുക്കാം. 2 എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 28 ആണെന്നുള്ളത് മനസ്സിൽ വരണം. എഗെയിൻ B2 C4 E5 I9 Q17 G7 H8 J10 N14 T20 Y25 Z26 B2 2 പക്ഷെ തൽക്കാലം നമുക്ക് എങ്ങനെ എടുക്കാം? 28 എടുക്കാം സൗകര്യത്തിന് വേണ്ടിയിട്ട്. F6 ആണ്. അപ്പോൾ 26 + 6 32 N14 ആണ്. സോ 26 + 14 എത്രയാ? 40 എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കി ഡിഫറൻസ് നോക്ക്. ഇവിടെ എത്ര ഡിഫറൻസ്? 1 ഡിഫറൻസ്. ഇവിടെയോ +2. ഇവിടെ വന്നപ്പോൾ +4, ഇങ്ങോട്ട് വന്നപ്പോൾ +8. അപ്പോൾ 1 2 4 8 അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കൂടി വരേണ്ടത്. അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവനായിരിക്കും നമ്മുടെ കള്ളൻ. ഇത് ഇവിടെ എത്ര കൂടി? ഇവിടെ 3 വരിക. 2 1 കൂടി, ഇവിടെ 2 കൂടി, ഇവിടെ 4 കൂടി, ഇവിടെ 8 കൂടി അല്ലേ? ഇതും കറക്റ്റാണ്. ഇതും ആ ട്രെൻഡ് ഫോളോ ചെയ്തു. ഇവിടെ നോക്കിയോ, +1 +2 +4 +8. ഇവിടെ 22 വരണമെന്നുണ്ടെങ്കിൽ എന്ത് വരണമായിരുന്നു? V വരണമായിരുന്നു. നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? നമുക്ക് T ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ +6 ആണ്. കള്ളൻ ഇവനാണോ എന്ന് സംശയമുണ്ട്. അടുത്തോടെ നോക്കിയിട്ട് നമുക്ക് പറയാം. +1 +2 +4 +8 ഇതും ഓക്കെയാണ്. സോ നമ്മുടെ ആൻസർ എന്താ? GHJNT ആണ്. അവിടെ എന്താ വരേണ്ടിയിരുന്നത്? GHJNV ആണ് വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു അല്ലേ? 22 വന്നിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായി കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ എന്തുണ്ടാവണം? നമ്മുടെ കയ്യിലുണ്ടാവണം. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം MIGE XTQO RNK അല്ലേ? XTQO RNKI ദെൻ HDAY. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 എണ്ണം. ഇതിലെ കള്ളനെയാണ് പിടിക്കേണ്ടത്. ജസ്റ്റ് എഴുതി നോക്കിക്കോ. M13 അല്ലേ? I എന്ന് പറയുന്നത് 9, G എന്ന് പറയുന്നത് 7, E എന്ന് പറയുന്നത് 5, X എന്ന് പറയുന്നത് എത്രയാ? WX 24 T20 Q17 O എന്ന് പറയുന്നത് എത്രയാ? 15 R 18 N 14 K 11 I 9 H8 D4 A എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര വരുന്നുണ്ട്? 1 വരണം. Y എന്ന് പറയുന്നത് 25 വരണം. ഇതേ നമുക്കൊന്ന് എടുത്തു നോക്കാം. എവിടെയാണ് കള്ളം കിടപ്പുള്ളതെന്ന് അറിയാനായിട്ട്. 13 4 പോയ 9, 9 2 പോയ 7, 7 2 പോയ 5. എന്ത് ചെയ്തിരിക്കുക? 4 2 2 കുറഞ്ഞിരിക്കുക. ഇവിടെ ഈ -4 ആണ് പ്ലസ്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് എത്രയായിട്ട് മാറി? ഇവിടെ -3 ആയിട്ട് മാറി. ഇവിടെ എത്രയായിട്ട് മാറി? 17 - 2 15 ആയിട്ട് മാറി. ഇവിടെ 18 4 പോയി, 14 3 പോയി, 11 എന്ത് പോയി? 2 പോയി. ദെൻ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് 8 4 പോയി, 4 3 പോയി, 1 എന്താണ് നമുക്ക് പോകാനുള്ളത്? 1 ആണ് അല്ലേ? അപ്പോൾ 27 ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. A എന്ന് പറയുന്നത് എത്രയാക്കി എടുക്കാം? 27 ആക്കി എടുക്കാം. 27 2 പോയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? 25 വന്നിരിക്കുന്നത്. സോ ഇവിടെ എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? -2 തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഫോളോ ചെയ്യുന്നത് ഇതും എല്ലാം ഫോളോ ചെയ്തിരിക്കുന്നത് -4 -3 -2 എന്നുള്ള പാറ്റേൺ ആണ്. പക്ഷേ ഇതെന്താ ഫോളോ ചെയ്തിരിക്കുന്നത്? -4 -2 -2 എന്നുള്ള പാറ്റേൺ ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? MIGE ആണ്. ഐഡിയ മനസ്സിലായോ? ജസ്റ്റ് എഴുതി നോക്കുക, ഡിഫറൻസ് എടുക്കുക. 13 4 9, 9 2 7, 7 2 5. ബാക്കി എല്ലായിടത്തും എന്താ? -4 -3 -2 ആണ്. ഇവിടെ മാത്രം -4 -2 -2 ആണ്. സോ നമ്മുടെ ആൻസർ ചെയ്ത് വരും MIGE എന്ന് വരും. അടുത്തത് OHA PIB JQC RKD. ഞാനൊന്ന് എഴുതുന്നുണ്ട്. OHA PIB JQC RKD. നമ്പർ പടപടയെന്ന് പറഞ്ഞോളൂ കേട്ടോ. അതിൽ മനസ്സിലിങ്ങനെ ഉണ്ടാവണേ. O15 H8 A1
P16 I9 B2 അല്ലേ, കറക്റ്റാണത്. J10 Q17 C3 6-18 K11 D4. ലോജിക്ക് നോക്കിക്കോ, 15 8 1 16 9 2 10 17 3. എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുക? 15 7 8 8 7 1 17 7 9 9 7 2. 10 7 പോയാൽ 3 ആണ് വരേണ്ടത്, തന്നിരിക്കുന്നത് 17 ആണ്. അപ്പോൾ അവിടെ തന്നെ തെറ്റിയിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ആർക്കുണ്ട് 18 7 11 11 7 4. സോ നമ്മുടെ ആൻസർ ഏതാ? JQC. ഇതൊക്കെ ആക്ച്വലി കണ്ട ഉടനെ കിട്ടും, കാരണം ജെയും ക്യൂവും കണ്ടിന്യൂസ് ആണ് അല്ലേ. അങ്ങനെ നമുക്കത് ചെയ്യാട്ടോ, നോക്കി ഉടനെ കിട്ടേണ്ടതാണ്, കാരണം വേറെ ഒന്നിലും എന്തിലും അങ്ങനെ കണ്ടിന്യൂസ് ആയി രണ്ടെണ്ണം ഇല്ല. സോ എന്ത് വരും? അത് ആൻസർ വരും. പിന്നെ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കാം, വലിയ സമയം എടുക്കില്ലല്ലോ. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് പോരെ, ജസ്റ്റ് ഇങ്ങനെ ഈ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് നോക്കി വെരിഫൈ ചെയ്യണം. അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, വെറുതെ നെഗറ്റീവ് വഴി കൂടെ പോകുന്ന വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് BDFH ബീഫ് ഡ്രൈ ഫ്രൈ അല്ലേ, BDFH JLNP YOIC RTVX ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളത്. 2 4 6 8 10 12 14 16. Y എന്ന് പറയുമ്പോൾ 25, O എന്ന് പറയുമ്പം JODയുടെ 15, I എന്ന് പറയുമ്പോൾ 9, C എന്ന് പറയുമ്പോൾ 3, R എന്ന് പറയുമ്പോൾ 18 20 22 24. വളരെ സിമ്പിളാണ്. ആരാണ് കള്ളൻ? YOIC ആണ് കള്ളൻ. ബാക്കി എല്ലാം എന്താ, ഓരോന്ന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എന്തിരിക്കുന്നത് പോയിരിക്കുന്നത്. അപ്പോൾ അതും കിട്ടി. ആൻസർ എന്താ? YOIC. അടുത്തത് AOUY. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പല രീതിയിൽ ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ 1 15 21 എന്നൊക്കെ കിട്ടും. ഈ Y എന്ന് പറയുമ്പോൾ 1 15 21, Y എന്ന് പറയുമ്പോൾ 25 എന്നൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് നിന്ന് പെട്ടെന്നൊരു ആൻസർ കിട്ടണമെന്നില്ല. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു Y മാത്രം എന്താണ്? ഒരു കൺസോണൻ്റ് ആണ്. എയും ഓയും യു എന്താണ്? വോവൽസ് ആണ്. സോ നമ്മുടെ കള്ളനാരാ? Y ആണ്. അടുത്ത് GEMKWQN. G7 E5 M13 K11 W23 U21. എല്ലാം 2 കുറഞ്ഞ വന്നിരിക്കുന്നത്. Q17 N14. ഇവിടെ എത്തിയപ്പോൾ എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. സോ നമ്മുടെ ആൻസർ ആരാ? QN ആണ് അല്ലേ. സിമ്പിൾ അല്ലേ? ഇതൊക്കെ ഒരു 5 സെക്കൻഡ് ഞാൻ പറഞ്ഞു തരാൻ 5 സെക്കൻഡോ 10 സെക്കൻഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ എത്ര നേരം എടുക്കുന്നു ആലോചിച്ച് നോക്കിയേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് AEAIIOEI. പെട്ടെന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ കിട്ടണമെന്നില്ല. നമ്മളിപ്പോൾ നമ്പറൊക്കെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ 1 5 വരും, 1 9 വരും അല്ലേ, 9 15 വരും. ദെൻ EI എടുക്കുന്ന സമയത്ത് 5 9 വരും. പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഇതെന്താ ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്താ റീസൺ എന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A കഴിഞ്ഞ് വരുന്ന വവൽ E ആണ്, അവിടെ കറക്റ്റായി. A കഴിഞ്ഞ് വരുന്ന വവൽ E ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് വവൽ അല്ല, കോൺസിക്യൂട്ടീവ് വവൽസ് അല്ല. I കഴിഞ്ഞ് O ആണ്, അതും കറക്റ്റായി. E കഴിഞ്ഞ് I ആണ്, അതും കറക്റ്റായി. AI മാത്രം എന്തല്ല, കണ്ടിന്യൂസ് അല്ല. A കഴിഞ്ഞ് ഏത് വരണം? E വരണം. E വന്നിട്ട് ഏത് വരുള്ളൂ? അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഏത് വരുള്ളൂ? I വരുള്ളൂ. EAയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ A ആണ് എന്ന് പറയുന്നത് തെറ്റെന്ന് പറയുന്നത്. എന്താ റീസൺ പറഞ്ഞേ? കണ്ടിന്യൂസ് ആയിട്ടുള്ള വവൽസ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇംഗ്ലീഷിൻ്റെ ഭാഷയിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് വവൽസ് എന്ന് പറയും അല്ലേ. ഇത് അതല്ല, അതുകൊണ്ട് എന്തല്ല, AI നമ്മുടെ ആൻസർ അല്ല. സോറി, AI നമ്മുടെ ആൻസർ ആണ്. AI നമ്മുടെ ആൻസർ ആണ്, അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ എല്ലാത്തതില്ല, പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. അടുത്തതിലോട്ട് പോയാലോ. അടുത്തത് ECS RTGS NEFT EMI. കഴിഞ്ഞ RRB NTPC ചോദിച്ചൊരു ചോദ്യമായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇടയിൽ കാണുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണുമ്പോൾ നിങ്ങൾ ആൽഫബറ്റ് വെച്ച് ആലോചിക്കും. പക്ഷേ അവിടെ ഒന്നും ആലോചിക്കേണ്ട, EMI ആണ് നമ്മുടെ ആൻസർ. ഇതെല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റംസ് ആണ്. പിന്നെ ഇത് എന്തിനെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോംസ് കഴിഞ്ഞ വട്ടം ഈ വട്ടമൊക്കെ ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ECS എന്ന് പറയുന്നത് എഴുതി വെക്കുക, ഞാൻ എഴുതുന്നില്ല. ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. ECS എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ് ആണ്. അതേസമയം RTGS എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. എന്താണ് RTGS? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് RTGS. NEFT എന്താ? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് എന്തെന്ന് പറയുന്നത് NEFT എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ECS ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ്, RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, NEFT എന്താണ്? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണെന്നും എന്ത് ചെയ്യുക? കൊടുത്തിരിക്കുക. EMIയുടെ ഫുൾ ഫോം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. EMI ആണ് എന്തായിട്ട് വരാൻ പോകുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഇനി ഇതൊന്ന് മറ്റൊരു മോഡൽ വരാറിലാണ്. റീഅറേഞ്ച് ദ ജംബിൾഡ് അപ്പ് ലെറ്റേഴ്സ് ടു ഫോം എ മീനിങ് ഫുൾ വേൾഡ് ആൻഡ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇങ്ങനെ 4 എണ്ണം തരും. ഇതിനകത്ത് നമ്മളിത് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വാക്ക് ഉണ്ടാക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാവും ഒരു ഓഡ് വൺ ഔട്ട് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും വേണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു 1-2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനറൽ ഐഡിയ കിട്ടും. OENS ആണ് കാണുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. NOSC നോസ് എന്നുള്ളത് കിട്ടണം.
KWL എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന വാക്ക് എന്നാണ് ഞാൻ അത് എഴുതി വെച്ചു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ALIN ഉണ്ട്, എങ്ങനെ എടുക്കാം? നെയിൽ എന്ന് എടുക്കാം. അത് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ പടപടയിൽ നിന്ന് എഴുതുന്ന കേട്ടോ, ഞാൻ ഭയങ്കര സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണിത്. EDAH ഹെഡ് എന്ന് നമുക്ക് കിട്ടി. ഇതിലിനി കൂട്ടത്തിൽ പെടാത്ത ഏതാ? നമ്മുടെ KWL ആണ് അല്ലേ? ബാക്കിയെല്ലാം എന്താ? ഓർഗൻസ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോസ് കിട്ടി, ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് രണ്ടുമല്ല നമ്മുടെ ആൻസർ. പിന്നെ ഇത് ഏതെങ്കിലും ഒന്നിനെ ഓർഗൻ ആക്കി മാറ്റാൻ പറ്റുമോ നോക്കുക, നമ്മുടെ ബോഡി പാർട്ടാക്കി മാറ്റാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. റീഅറേഞ്ച് ദ ജംബിൾഡ് അപ്പ് ലെറ്റേഴ്സ് ഫോം എ മീനിങ് വേർഡ് ആൻഡ് ഫൈൻഡ് ദ വേർഡ് ഓഡ് ആൻഡ് ഔട്ട്. സാധാരണ പരിപാടി തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് മേലെ എന്തോ ഒരു സാധനം ഉണ്ട്, അത് പെട്ടെന്ന് കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെന്താ വരിക? ഡിസീസ് എന്ന് വരും. ഇതും നിങ്ങൾ പോസ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് കേൾക്കുക. ഇതെന്താണ്? ഹെൽത്ത് ആണ് വരാൻ പോകുന്നത് അല്ലേ? ഇത് കാണുമ്പോഴും എന്തൊക്കെ കത്തുന്നുണ്ടാവും? സിക്നസ് എന്ന് കത്തുന്നുണ്ടാവും. അപ്പോൾ ഡിസീസ് കിട്ടി, ഹെൽത്ത് കിട്ടി, സിക്നസ് കിട്ടി. ഡിസീസും സിക്നസും ഒരേ അർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് വേണം നമ്മൾ ആലോചിക്കാൻ. ഇത് നമുക്ക് എന്ത് കിട്ടും? ഇൽനെസ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഡിസീസ് ആയാലും ഇൽനെസ് ആയാലും സിക്നസ് ആയാലും എന്താണ്? അസുഖമാണ്. സോ നമ്മുടെ ആൻസർ എന്താ? ഹെൽത്ത് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്കറിയുന്നൊരു വാക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? ഇതിനെ എത്തിക്കാൻ നോക്കണം. എപ്പോഴും അല്ല, ഒരു കോമൺ ഐഡിയ വെച്ചിട്ട്. പിന്നെ ഇത് റീസണിങ് ആണല്ലോ, ലോജിക്കൽ റീസണിങ് ആണല്ലോ. അപ്പം അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്. അടുത്ത് നോക്കിക്കോ, ഇത് ROWBR ഉണ്ട്, EDN ഉണ്ട്, അത് വായിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ORFO ഉണ്ട്, ദെൻ എന്തുകൂടി ഉണ്ട്? നമുക്ക് ETNS നമുക്ക് തന്നിട്ടുണ്ട്. ORFO അല്ല, ORFO തെറ്റി, ORFT എടുത്തോളൂ. അത് ഫോർട്ടാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ROWBR എന്താ വരിക? ബോറോ നമുക്ക് എടുക്കാം. EDN എന്തായിട്ട് വരും? ഡെൻ എന്ന് വരും. FORT എന്തായിട്ട് വരും? ഫോർട്ട് അല്ലേ? ORFT ഫോർട്ടായിട്ട് എടുക്കാം. ETNS എങ്ങനെ എടുക്കാം? നെസ്റ്റ് എടുക്കാം. ഡെന്നും ഫോർട്ടും നെസ്റ്റും ഒക്കെ എന്താ? ആളുകൾ അല്ലെങ്കിൽ ജീവികൾ താമസിക്കുന്നതാണ്. ബോറോ അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ബോറോ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് DOGL TSCVO ENZROB LVRES ആണ്. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ പോസ് ചെയ്തൊന്ന് വർക്കൗട്ട് ചെയ്തു. DOGL എങ്ങനെ എടുക്കാം? ഗോൾഡ് എന്ന് എടുക്കാം. അപ്പോൾ ഉടനെ ഇത് കത്തും. ഗോൾഡ് പറഞ്ഞാൽ നമ്മൾ കൂടെ പറയുന്നതാണ് എന്ന് പറയുന്നത് സിൽവർ എന്ന് പറയുന്നത്. അപ്പോൾ സിൽവറും കിട്ടി. അപ്പോൾ ഇതിൽ ഒന്ന് മെറ്റലാണ്, ഒന്ന് മെറ്റലല്ല. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ആലോചിക്കണം. അപ്പോൾ അറിയുന്ന ഏതാ? ഒരു ENZROB കിടക്കുന്നുണ്ട്. എന്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ബ്രോൺസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കിട്ടണമെന്നേ ഇല്ല, അത് വെച്ച് മെറ്റൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. സോ നമ്മൾ എന്തെടുക്കുന്നു? അത് തട്ടുന്നു. അപ്പോൾ TSCVO ആണ്. വേണമെങ്കിൽ വോട്ട്സ് എന്നോ സ്റ്റെവ് എന്നോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ആൻസർ ഏതാ? ഈ TSCVO ആണ്. ഐഡിയ കിട്ടുന്നുണ്ടോ? അടുത്തത് ഇത് നോക്കിക്കോ. ഒരു വാക്കുണ്ട്, GIANTLER ഉണ്ട്, NILE ഉണ്ട്, MUBORSH ഉണ്ട്, RISQUE ഉണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. നോക്കിയിട്ട് ഏതാ വരുന്നത്. RISQUE ഒക്കെ കാണുമ്പോൾ കിട്ടും, അത് കുറച്ചുകൂടിയൊക്കെ എളുപ്പമാണ് അല്ലേ? ഇതിൻ്റെ ആദ്യത്തെ ലെറ്റർ S ആണ്, ഒരു ക്ലൂ. അങ്ങനെ അവസാനത്തെ ലെറ്റർ E ആണ്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആൽഫബറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എനിക്ക് പറയാനുള്ളത്. വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ആൽഫബറ്റ് എന്ന വേർഡെന്നൊക്കെ നമുക്ക് പറയാം. എല്ലാത്തിലും പെടുത്താവുന്നതാണ്. നമ്മളത് പഠിക്കുന്നു, അത്രയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അടുത്തതിൽ നമുക്ക് ന്യൂമറിക്കൽസും ആൽഫ ന്യൂമറിക്കൽസും എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. തന്ന ചോദ്യങ്ങൾ ഹോംവർക്കുകൾ വർക്കൗട്ട് ചെയ്യുക. താഴെ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യുക? അത് വർക്കൗട്ട് ചെയ്ത് നല്ല കുട്ടപ്പനായി പഠിച്ച് റെഡി ആയിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.